തുടർന്ന് ഈ പരിപാടിയിൽ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂർ, കേരളത്തിലെ പ്രഗത്ഭനായ അറിയപ്പെടുന്ന പ്രഭാഷകൻ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ക്ലാസ് എടുക്കുന്ന ഹജ്ജിൻ്റെ ട്രെയിനറായിട്ടുള്ള സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയുടെ ട്രെയിനറായിട്ടുള്ള ജനാബ് NP ഷാജഹാൻ, ജില്ലാ ട്രെയിനർമാരായിട്ടുള്ള P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, ജനാബ് EM കുട്ടി ഹാജി, സംയുക്ത മുസ്ലിം ജമാഅത്തിന്റെ ഭാരവാഹികൾ ജനാബ് C കുഞ്ഞാമദ് ഹാജി, P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, ജനാബ് C മുഹമ്മദ് കുഞ്ഞി, ബഷീർ ആറങ്ങാടി, KU ദാവൂദ്, നമ്മുടെ ഈ തുക ഫണ്ട് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാംഗല്യ നിധിയുടെ ഫണ്ട് കൈമാറുന്ന ബഹുമാനപ്പെട്ട CK റഹ്മത്തുള്ള, അതേപോലെ ഈ വേദിയിലുള്ള ഹജ്ജ് ട്രെയിനർമാരായിട്ടുള്ള NP സൈനുദ്ദീൻ, PKP മുസ്തഫ, അബ്ദുൽ ഖാദർ മാസ്റ്റർ, ഷെരീഫ് കുമ്പള, PV ഗഫൂർ, മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ, EM സുലൈമാൻ സാദി, ഉസ്മാൻ മുസ്ലിയാർ, ഈ വർഷത്തെ ഹജ്ജാജി കൂടിയായിട്ടുള്ള നമ്മുടെ ജില്ലയിലെ പൊതുപ്രവർത്തകൻ ജനാബ് PK ഫൈസൽ. നമ്മുടെ ഇന്നത്തെ കാഞ്ഞങ്ങാട് സംഘടനമായതിൻ്റെ ഇപ്പോഴത്തെ ഹജ്ജ് യാത്രയെ വളരെ ഹജ്ജ് കമ്മിറ്റിയുടെ ട്രെയിനിങ് ക്ലാസിൻ്റെ മഹത്തായ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ആദരണീയനും നമ്മുടെ എല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ജബരിയ മുത്തുക്കോയ പോലെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. ഏറ്റവും വിശുദ്ധമായ സ്ഥലമായും കൊണ്ട് പ്രഖ്യാപിച്ച ആ സ്ഥലം സന്ദർശിക്കാൻ പോകുന്നതായ, സന്ദർശിക്കുക മാത്രമല്ല അവിടെ ചെന്ന് ഒരു മഹത്താവുന്നതായ ഒരു ഇബാദത്ത് ചെയ്യുന്ന നിങ്ങൾക്ക് ആ ഇബാദത്തിൻ്റെ പൂർണ്ണമായ രൂപങ്ങൾ അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ അതിൻ്റെ പ്രഗത്ഭനായ കാര്യദർശി ബഷീർ വള്ളിക്കോത്ത് നമ്മളോട് വിശദീകരിച്ചു. എല്ലാ വർഷവും കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ഇതുപോലെ ഹജ്ജിന് പോകുന്ന ഹാജിമാർക്കും മജ്മൂമാർക്കുമൊക്കെ ഒരു യാത്രയപ്പ് ഏർപ്പെടുത്തലുണ്ട്. അതൊരു പുണ്യമായ ഒരു അമലാണ്. അല്ലാഹുവിൻ്റെ റസൂൽ തന്നെ മഹാന്മാരാവുന്ന സഹാബത്തൊക്കെ ഹജ്ജിന് പോകുമ്പോൾ അവരോടൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയും അവരെ യാത്രയിലും മറ്റുമുള്ളതായ ക്ലേശങ്ങൾക്കൊക്കെ വേണ്ടി അതൊക്കെ ഇല്ലാതെയാവാനും സുഖയാത്രയാവാൻ വേണ്ടി ഇബാദത്തുകളൊക്കെ അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ നിർവഹിക്കപ്പെടാൻ വേണ്ടിയൊക്കെ ദുആ ചെയ്തിരുന്നു. അതിനെ മാതൃകയാക്കിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഇതുപോലെ ഹജ്ജിന് പോകുന്ന ഹാജിമാർക്കും മജ്മൂമാർക്കൊക്കെ ഇങ്ങനൊരു യാത്രയപ്പ് നൽകുകയും അതോടൊപ്പം തന്നെ അവർക്ക് ഈ വിശുദ്ധമാവുന്ന ഇബാദത്തിനേക്ക് ആവശ്യമാവുന്നതായ അതിൻ്റെ രൂപങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നൊരു പതിവ് നമ്മളെ കേരളത്തിൽ നല്ല ലോകത്തെല്ലാ ഭാഗത്തും അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലക്ക് ബഹുമാനപ്പെട്ട കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ഇവിടെ സംഘടിപ്പിച്ച ഒരു മഹത്താവുന്ന സദസ്സാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരാൾക്കൊരു ഹജ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഹജ്ജിന് പോകുന്ന ആൾ ഒരു പ്രത്യേക ഭാഗ്യവാനാണ്, യാതൊരു സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തൗഫീഖ് ചെയ്തതായ ഒരു വ്യക്തിക്ക് ഈ കർമ്മം നിർവഹിക്കാൻ തന്നെ സാധ്യമാണ്. ഹജ്ജിന് വേണ്ടി ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തി തന്നു എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ നൽകപ്പെട്ട ഏറ്റവും വലിയതായ ഒരു ഭാഗ്യമാണ്, ഏറ്റവും വലിയൊരു ഭാഗ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് ചെയ്ത ഏറ്റവും വലിയൊരു നിഅമത്താണ്. ആ നിഅമത്തിനിക്ക് എത്രമാത്രം അവൻ ശുക്ർ ചെയ്യണം, ഒരുപാട് എത്ര ശുക്ർ ചെയ്താലും മതിയാവും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണം മഹാനാവുന്നതായ ഒരു നബി, അത് മഹാനാവുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ വിളിക്ക് ഉത്തരം ചെയ്യാനുള്ളതായ ഒരു അവസരം നമുക്കുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ ഭവൻ ഇവിടെ നിർമ്മിക്കപ്പെട്ടപ്പോൾ അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുമ്പ് തന്നെ ഈ ഭവൻ ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനാവുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുമ്പ് തന്നെ വിശുദ്ധമാവുന്നതായ കഅബ ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കാലാന്തരങ്ങളിൽ പലപ്പോഴും പല അമ്പിയാക്കന്മാരുടെ കാലഘട്ടത്തിലും അതിനെ പുനർനിർമ്മാണം നടത്തി. അങ്ങനെ പുനർനിർമ്മാണം നടത്തിയതായ ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ ഈ വിശുദ്ധമാവുന്ന കഅബയുടെ പണി തീർന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, ഇബ്രാഹിമെ വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജ് കൊണ്ടുള്ള വിളംബരം ജനങ്ങൾക്ക് വേണ്ടി നീ നടത്തണം.
അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു, ഇവിടെ ഖിയാമത്ത് നാൾ വരെ വരുന്നതായ ജനങ്ങൾ അവർക്കിങ്ങനെ ഹജ്ജ് കൊണ്ടുള്ളതായ വിളംബരം ഞാൻ നടത്തിയാൽ അവരത് കേൾക്കുമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഈ ലോകത്ത് ആര് വിളിച്ചാലും ലോകത്തുള്ള സർവ്വയും കേൾപ്പിക്കാനുള്ളതായ സംവിധാനം, ഒരു ഇലാഹിയായ സംവിധാനം ഞാനിവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ സംവിധാനം ഉപയോഗിച്ച് അത് കേൾക്കുക തന്നെ ചെയ്യും ഇബ്രാഹിമെ നീ വിളിച്ചോ. ലോകത്ത് ആര് എവിടുന്ന് വിളിച്ചാലും അത് കേൾക്കേണ്ടതായ ആളുകൾക്ക് കേൾപ്പിക്കേണ്ടതായ ഒരു സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. അതാണ് ഇലാഹിയായ സംവിധാനം. ആ സംവിധാനം അനുസരിച്ച് അത് ലോകത്തുള്ള എല്ലാവരും കേൾക്കും. അപ്പോൾ അത് മഹാന്മാർ അത് വിളിക്കുന്ന ആളുകൾക്ക് ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. ആരെയും വിളിച്ചാൽ കേൾക്കൂല. വിളിക്കപ്പെടുന്നവർക്കുള്ളതായ ചില പ്രത്യേകമാവുന്നതായ ഒരു സ്വഭാവങ്ങൾ ഉണ്ടാവണം. അത് വിളിൻ്റെ ആ വിളിനെ കേൾപ്പിക്കലിനുള്ള പ്രത്യേകമാവുന്ന അതിൻ്റെ ഒരു ഇലാഹിയായ സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ എത്തണം അത്, എന്നാലേ അത് കേൾപ്പിക്കലുണ്ടാവും. അപ്പം അത് കേൾപ്പിക്കാനുള്ള ഇലാഹിയാവുന്ന ഒരു സംവിധാനം അല്ലാഹു ഈ ലോകത്ത് ഒരുക്കിയിട്ടുണ്ട്. മനുഷ്യരൊക്കെ പറഞ്ഞില്ലേ, വല്ല നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായുടെ ഉത്തരം ചെയ്യും ഞാൻ എന്നവർ. ലോകത്തുള്ള എല്ലാ വിളികളും ആര് എവിടുന്ന് വിളിച്ചാലും ആ വിളിയൊക്കെ ആർക്കും കേൾക്കാം. പക്ഷെ അത് കേൾക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കേൾക്കും. നമ്മളൊക്കെ ആത്മാക്കളായിരുന്ന കാലഘട്ടത്തിൽ നമ്മളൊക്കെ വിശുദ്ധന്മാർ തന്നെയായിരുന്നു, യാതൊരു സംശയമില്ല. അപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ വിളി നമ്മൾക്കൊക്കെ ഉള്ളതായ ആത്മാക്കൾ ആരൊക്കെയാണോ ഹജ്ജിലേക്ക് തൗഫീഖ് ചെയ്യപ്പെട്ടവർ അവരൊക്കെ കേൾക്കും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരൊക്കെ വിശുദ്ധന്മാരാണ്, വളരെയധികം ഭാഗ്യവാന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്താണ്. മാത്രമല്ല നമ്മൾ സന്ദർശിക്കുന്നത് എവിടെ, നമ്മൾ കാലുകുത്തുന്നത് എവിടുക്കാം, വളരെ പുണ്യമായ ഒരു ഭൂമിയിലേക്ക്. ആ സ്ഥലത്തിലേക്ക് മക്ക എന്ന് തന്നെ ഈ സ്ഥലത്തിലേക്ക് പേര് വെക്കാനുള്ള കാരണം എന്താ? ഈ മക്ക എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണെന്നറിയോ? മക്ക എന്ന് പറഞ്ഞാൽ മോശമായ സംഗതികളെ മുഴുവനും നിർമ്മാർജ്ജനം ചെയ്യാന്ന. കവി പറഞ്ഞില്ലേ, യാ മക്കത്തൽ ഫാജീറ മുഖി മക്ക, മക്കമ്മേ ഇവിടുന്ന് തമ്മാടികൾ മുഴുവൻ ഈ നാട് കടത്തിക്കും. അപ്പം തമ്മാടികളാവുന്നതായ ഒരുത്തരിക്കും യാതൊരു നിലക്കുള്ളതായ അംഗീകാരമില്ലാതെ തമ്മാടികളെ മുഴുവനും നാട് കടത്തി ശുദ്ധീകരിക്കപ്പെട്ടതായ ഒരു രാജ്യം എന്നാണ്. അതാണ് മക്ക എന്ന് പറഞ്ഞത്. അപ്പം അത്രയും വിശുദ്ധമായ ഒരു നാട്ടിലേക്ക് നമുക്ക് കാലുകുത്താനുള്ള ഒരു അവസരം അല്ലാഹു നൽകിയപ്പോൾ അത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ജീവിതത്തിൽ ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്താണെന്ന് മനസ്സിലാക്കി ഇതൊരു ഉല്ലാസയാത്രയാണെന്ന് മനസ്സിലാക്കി. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകളെ മുഖം എന്നുള്ളത് അത് ഔറത്ത് തന്നെയാണ്, യാതൊരു സംശയമില്ല. മുഖം അത് ഔറത്താണ്. മുഖം ഒരു അന്യ പുരുഷന് കാണിച്ചു കൊടുക്കാൻ പാടില്ല. മുഖം മറക്കൽ പെണ്ണിനേക്ക് നിർബന്ധമില്ലെങ്കിലും അന്യ പുരുഷൻ നോക്കുന്നു കണ്ടാൽ മറക്കൽ നിർബന്ധമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ മസല. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളെ മുഖം മറക്കൽ അവൾക്ക് നിർബന്ധമില്ല. ശറഈയാവുന്നതിൻ്റെ ഹുക്കം അങ്ങനെയാണ്. മുഖം മറക്കൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ എപ്പോൾ നിർബന്ധമില്ല? അന്യ പുരുഷന്മാർ ആ മുഖത്തിലേക്ക് നോക്കൂല എന്ന് ഉറപ്പാണെങ്കിൽ മറക്കണ്ടാവും. നേരെ മറിച്ച് ഒരു അന്യ പുരുഷൻ ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുന്ന ഉറപ്പുള്ള സമയത്ത് മുഖം മറക്കൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് നമ്മളെ സുന്നികളാവുന്ന നമ്മൾ നടത്തുന്ന ഇതുപോലുള്ള വേദികളിലൊക്കെ അത് പൂർണ്ണമായും കൊണ്ടിട്ട് ഇസ്ലാമിക സ്വഭാവത്തിലാവണം അത് നടത്തേണ്ടത്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എത്ര വിശുദ്ധന്മാരാണ് ഇവിടെ പ്രസംഗിക്കാൻ നിൽക്കുന്നത് വെക്കുക, എന്നാൽ തന്നെ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു നോട്ടത്തിന് പോലും നമ്മളൊരു അവസരം അവിടെ കൊടുക്കാത്ത നിലക്ക് അത് കുറച്ചും കൂടി ഉയർത്തി കെട്ടിക്കൊണ്ടിട്ട്, സ്ത്രീകൾ താത്തിക്കെട്ടണം എന്ന് പറഞ്ഞാൽ താത്തിക്കെട്ടാൻ പറ്റില്ല, അത് ഉയർത്തിക്കെട്ടണം എന്നുള്ളത് ഇവിടുത്തെ നമ്മളെ ഇതിൻ്റെ പ്രത്യേകമാവുന്നൊരു നിയമമാണ്. അതുകൊണ്ട് അത് കുറച്ചും കൂടി ഉയർത്തിക്കെട്ടിയാൽ തന്നെ ഇവിടുന്ന് പറയണതൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. ആ മറൻ്റെ ഉള്ളിൽ കൂടി നിങ്ങൾക്ക് നോക്കിയാൽ ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് സാഹിബ് അതിൻ്റെ പ്രത്യേകമായ ഇശാറത്തുകളൊക്കെ ചെയ്യുമ്പോൾ അത്ര പഠിച്ചാൽ മതി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മുമ്പ് ഇപ്പം ഇങ്ങനെ ക്ലാസ് ഉണ്ടായിട്ടാണ് നമ്മളെ ബാക്കിയുള്ളവരൊക്കെ പോയി ഹജ്ജ് ചെയ്തില്ലേ, നല്ല ഹജ്ജ് ചെയ്താണ് അവരൊക്കെ വന്നത്. നമ്മളേക്കാൾ നല്ല ഹജ്ജ് തന്നെയാണ്. ഒക്കെ ഉമ്മ വലതുഹു ഉമ്മുഹു എന്ന് പറഞ്ഞല്ലോ, ഉമ്മ പ്രസവിക്കപ്പെട്ട് ആ ദിവസം പോലുള്ളതായ ഗുണം അവർക്ക് ഉണ്ടായില്ല. അപ്പം യാതൊരു സംശയമില്ല, അത് മുഴുവനും ഇങ്ങനെ കണ്ടുപിടിക്കണമെന്നില്ല. അത് അവിടെ ചെല്ലുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാവുന്ന തൗഫീഖ് ചെയ്തു തരും. നല്ല അൽ അഅ്മാലു സുവറു ഖായിമാണ്. അമലുകൾ എന്ന് പറഞ്ഞത് ഒരു ബാഹ്യമായ പ്രകടനം മാത്രമാണ്. അതിൻ്റെ ആത്മാക്കൾ എന്ന് പറയുന്നത് ഇഖ്ലാസാണ്. അപ്പോൾ നമ്മളെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടായാൽ നമ്മളവിടെ ചെയ്യുമ്പോൾ, നമ്മളവിടെ ചെന്നാൽ ഓരോ സമയത്തും അത് ചെയ്യേണ്ടതായ രൂപങ്ങളുണ്ടല്ലോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വേണ്ട സംവിധാനങ്ങൾ അവിടെ ഉണ്ടാക്കി തരും, യാതൊരു സംശയമില്ല. അപ്പോൾ ഇവിടുന്ന് അതിനെ സംബന്ധിച്ച് പക്ഷേ അതൊക്കെ ഒരു
എന്തെങ്കിലും ഒരു നിലക്ക് ആ വിഷയത്തിനെ പറ്റി കുറഞ്ഞതെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നത്.